അപ്പോൾ നമുക്ക് റീക്യാപ്പിലുള്ള 14th ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2 എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇറ്റ്സ് എൻ ഇൻക്രീസിങ് ഗ്രാഫാണ്. സോ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 അല്ല 1/2 എന്നല്ല സൈന് 1/2 എന്ന് പറഞ്ഞൂടെ പറയാം. ഓക്കെ, പക്ഷേ ഇങ്ങനെ മാത്രമല്ല എക്സ് ഗ്രേറ്റർ ദാൻ 1/2 എന്നുള്ളത് സൈൻ 1/2നേക്കാളും വലുതാണ്. പക്ഷേ എക്സ് അതിനൊരു ലിമിറ്റും കൂടിയാണ്. കാരണം എന്താണ് നമുക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ എക്സ് സൈൻ ഇൻവേഴ്സ് ഗ്രാഫാണ്. സോ സൈൻ എക്സിൻ്റെ വാല്യൂ 1 മുതൽ -1 ആയ വരെ ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സൈൻ 1/2 മുതൽ 1 വരെ ആയിരിക്കും അതിൻ്റെ മാക്സിമം. ഇത് രണ്ടിനും ഇൻ്റർസെക്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ലെസ് ദാൻ √3 എന്നാണ് ചോദ്യം. ഓക്കെ, √3യുടെ വാല്യൂ 1.7 ചില്ലറ അങ്ങനെയാണ്. സോ ഡെഫിനറ്റ്ലി നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് -π/2 മുതൽ π/2 വരെയാണ്. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ 3.14 3.4 പകുതി ആയി കഴിഞ്ഞാൽ ഏകദേശം എത്രയാണ് 1. എന്തായാലും √3നേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് എല്ലാ എക്സിൻ്റെ വാല്യൂസിനും ഡെഫിനറ്റ്ലി എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് അത് √3നേക്കാളും ചെറുതാണ്. പിന്നെ കോസ് ഇൻവേഴ്സ് എക്സ് അത് -√3. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 മുതൽ π വരെയാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഒരിക്കലും അത് ഒരു നെഗറ്റീവ് നമ്പർ ആവുന്നില്ല. സോ എക്സ് 5 എന്ന് പറയാൻ പറ്റും. ഇനി കോട്ട് ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് -√3നേക്കാളും വലുത് √3നേക്കാളും. അപ്പോൾ -√3നേക്കാളും വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി എല്ലാ കേസസ് ആണ്. കാരണം എന്താണ് കോട്ട് ഇൻവേഴ്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 0 മുതൽ π വരെയാണ് എന്ത് അതിൻ്റെ റേഞ്ച്. ഓക്കെ, അപ്പം പോസിറ്റീവ് ആണ്. സോ എന്താ -√3നേക്കാളും വലുതാണ് ഡെഫിനറ്റ്ലി എല്ലാ എക്സിനും. സോ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. അതും ഇൻ്റർസെക്ട് ചെയ്യണം ഏതുമായിട്ട് കോട്ട് ഇൻവേഴ്സ് ലെസ് ദാൻ √3. കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം എക്സ് ഇതിന് നേരെ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യാം. കോട്ട് √3 എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ കോട്ട് √3. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കോട്ട് √3 മുതൽ പിന്നെ എന്താണ് ഇവിടെ എക്സിന് വേറെ ഇതൊന്നും ഇല്ല. കാരണം എക്സ് എന്തും ആവാം. കോട്ട് ഇൻവേഴ്സിൻ്റെ ആണ്. കാരണം അതിൻ്റെ ഡൊമൈൻ എന്നാണ് കോട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡൊമൈന് ആറാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, എന്തും ആവാം. സോ കോട്ട് √3 മുതൽ ഇൻഫിനിറ്റി വരെ പോട്ടെ. ഇതിനകത്ത് കുറച്ച് എന്താ നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ് π/4നേക്കാളും ചെറുതാണെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എക്സ് എവിടെ നിന്ന് എവിടെ വരെ ആയിരിക്കണം 1 മുതൽ -1 ആയിരിക്കണം. കാരണം സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈനാണ്. പിന്നെയുള്ളത് ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് എക്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഇത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ട് ഇനിക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവില്ല. സൈൻ π/4 ദാറ്റ് ഈസ് 1/√2. സോ 1/√നേക്കാളും ചെറുതും ആവണം, എന്നാൽ -1നേക്കാളും വലുതുമാണ്. സോ നമുക്ക് പറഞ്ഞിട്ട് -1 മുതൽ 1/√2 വരെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ബേസിൻ്റെ വാല്യൂ cos സ്ക്വയർ എക്സ് കൊസീക് സ്ക്വയർ എന്തായിരുന്നു 7π/3 എന്ന് കാണിക്കുന്നത്. അപ്പോൾ 7π/3 എങ്ങനെ എഴുതാം 6π + π/3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2π + π/3 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് കൊസെക് 2π + π/3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കൊസെക് π/3 തന്നെയാണ്. സോ കൊസെക് π/3 തന്നെയാണ്. ഇനി കൊസെക് π/3 എന്ന് പറഞ്ഞാൽ കൊസെക് ആയതുകൊണ്ട് അറിയില്ല, പക്ഷേ 1/sin π/3 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് എന്താണ് sin π/3 ദാറ്റ് ഈസ് √3/2. സോ 2/√3 എന്ന് പറയാൻ പറ്റും. എന്ത് കൊസെക് 7π/3യുടെ വാല്യൂ 2/√3 ആണ്. പക്ഷേ അതിനെ സ്ക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കൊസെക് സ്ക്വയർ 7π/3യുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ചെയ്തൊക്കെ 4/3 ആണ്. സോ നമുക്ക് ബേസിൻ്റെ വാല്യൂ 4/3 എന്നുള്ള കാര്യം കിട്ടി. ഇനി നമുക്ക് ആർഗ്യുമെൻറ്റിൻ്റെ കാര്യം നോക്കാം. ആർഗ്യുമെൻറ്റ് എന്താണ് 4x 4x 2x എന്ന് എഴുതും. -2x പ്ലസ് എന്തായിരുന്നു അവിടെ 1 ആണ്. ഇയാളാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് ലോഗിൻ്റെ. ഓക്കെ, അപ്പോൾ ഇയാൾ എന്താണ് നമുക്കിങ്ങനെ എന്താണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എക്സ് എന്താ 2x കാണുന്നു. 2x ടി ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് t² - t + 1. ഇതൊരു ഡെഫിനറ്റ്ലി ക്വാഡ്രാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ റേഞ്ച് എവിടെ നിന്നുള്ള ഇടം വരെ ആയിരിക്കും? ക്വാഡ്രാറ്റിക്കിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ഒരു അപ്വേർഡ് പാരബോള ആയിരിക്കും. അപ്വേർഡ് പാരബോള പോരാനായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് അത് ലെസ് ദാൻ 0 ആണ്. കാരണം 1 - 4 -3. സോ ഡിസ്ക്രിമിനൻ്റ് -3 ആണ്. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇതെപ്പോഴും ഒരു ഇൻക്രീസിങ് ആയിട്ടൊരു ഗ്രാഫ് ആയിരിക്കും ഉണ്ടാവും ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എങ്ങനെ നടത്താന്ന് വെച്ചാൽ നമുക്ക് പറയാം -d/4 എന്നാണ്. സോ -d എന്ന് പറഞ്ഞാൽ അത് -3 ആയിരുന്നു. സോ -3 എന്ന് പറഞ്ഞാൽ 3/4 എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഇതാണ് എന്ത് ഇവിടെ മുതൽ ഇൻഫിനിറ്റി വരെയാണ് 3/4 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. 3/4 ഇൻക്ലൂഡഡ് ബൈ ഇൻഫിനിറ്റി വരെയാണ് ഉള്ളിലുള്ള സാധനത്തിന് ആർഗ്യുമെൻറ്റിൻ്റെത്. ഇനി പുറത്തുള്ള എന്തായാലും ലോഗാണ്. സോ ലോഗ് 3/4 എന്താണ് ബേസ് എന്തായാലും 4/3. സോ ഇതിന് നമ്മളിങ്ങനെ ലോഗ് 3/4 മുതൽ ഇൻഫിനിറ്റി വരെ ബേസ് എത്രയായിരുന്നു 4/3. അപ്പോൾ ഇയാൾക്ക് ലോഗ് കൊടുക്കുക. അപ്പോൾ ഇയാൾക്ക് ലോഗ് കൊടുത്തതിന് എത്രയാണ് ദാറ്റ് ഈസ് -1. ഓക്കെ, സോ -1 മുതൽ ലോഗ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കറിയാം ഇത് ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്
ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ വണ്ണിനേക്കാളും വലുതാണ്. അപ്പോൾ ലോഗിൻ്റെ ബേസ് വണ്ണിനേക്കാളും വലുതാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. സോ എന്താ ഇൻഫിനിറ്റിയിൽ പോയി കഴിഞ്ഞാൽ വാല്യൂ ഇൻഫിനിറ്റി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ലോഗ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ ഇതാണ് ഉത്തരം -1 മുതൽ ഇൻഫിനിറ്റി വരെ റേഞ്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ 2a - 1 ഇതിൻ്റെ എല്ലാ സെറ്റും ഈ എയുടെ വാല്യൂസിൻ്റെ എല്ലാ സെറ്റുമാണ് അടുത്ത വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സംഭവം എഴുതാം. 2a - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു 3 ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ a പ്ലസ് 2 ഫ്രാക്ഷണൽ പാർട്ട് എ. ഫ്രാക്ഷണൽ പാർട്ട് എ നമുക്കറിയാൻ പറ്റും എന്താണ് അതിൻ്റെ നമ്പർ മൈനസ് 2 ഇൻറ്റു ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ പകരം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ a മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എ എന്ന് എഴുതാം. റൈറ്റ്, കറക്റ്റ്. സോ അത് രണ്ടും കൂട്ടിയൊക്കെ നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ a പ്ലസ് 2a എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് അല്ല -2a ആണ് കേട്ടോ, അല്ല പ്ലസ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മോഡ് കാണുന്നുണ്ട്. മോഡ് കണ്ടാൽ എപ്പോഴും നമ്മളൊരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പൊട്ടിക്കൽ തന്നെയാണ്, മോഡ് പൊട്ടിക്കൽ. സോ കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ അത് ഗ്രേറ്റർ ദാൻ 1/2 ആണെങ്കിൽ 1/2 ആണെങ്കിൽ മാത്രമേ പോസിറ്റീവായിട്ട് പൊട്ടത്തുള്ളൂ. സോ നമുക്ക് പറയാൻ പറ്റും പോസിറ്റീവായിട്ട് തന്നെ പൊട്ടും. 2a - 1 ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് a പ്ലസ് 2a എന്ന് കിട്ടും. ഇത് ടാറ്റ. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ അത് -1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ a എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് നമ്പറാണ്. ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എപ്പോഴും നെഗറ്റീവ് ആണല്ലോ, ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ ഒരു a ഒന്നും ഇല്ലാന്ന്, a ബിലോങ്സ് ടു 5 എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു a എന്ന് പറയുന്ന സാധനമേ ഇല്ല. അങ്ങനെ ഒരു a എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ അത് ഇൻ്റർസെക്ട് ചെയ്യാം, എന്താ പാരൻറ്റ് കണ്ടീഷനായിട്ട് ഇൻ്റർസെക്ട് ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല. സോ കേസ് 1 കംപ്ലീറ്റ് ആയിട്ട് മണ്ടത്തരമായി പോയി. ഇനി അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. സോ കേസ് 2 നമുക്ക് നോക്കാം. കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1/2 ആണ്. ഓക്കെ, a 1/2 ആണെങ്കിൽ ചെറുതാകുമ്പോൾ എന്താ മോഡിൻ്റെ ഉള്ള സാധനം നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ നെഗറ്റീവ് പൊട്ടാണ്. സോ -2a - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് a പ്ലസ് 2a. റൈറ്റ്, സോ -2a plus 1 is equal to greatest integer of a plus 2a. Greatest integer of a is equal to 1 minus 4 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കുറച്ച് അനലൈസിസ് നോക്കാം. അഥവാ നമ്മുടെ a എന്തായാലും 1/2 ചെറുതാണ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അഥവാ നമ്മുടെ എയുടെ വാല്യൂ അത് നെഗറ്റീവ് എന്ന് വിചാരിച്ചോ, ഒന്ന് ചിന്തിച്ച് നോക്കി, നെഗറ്റീവിന് സാധ്യത ഉണ്ടോ നോക്കാം. അപ്പോൾ എയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് ഈ ഒരു ടേം പോസിറ്റീവ്, കാരണം നെഗറ്റീവ് പ്ലസ് ആവും. സോ ഈ ഒരു ടേം റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആവും. റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നെഗറ്റീവ് ആയിരിക്കും, കാരണം ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എ നെഗറ്റീവ് വാല്യൂ ഈസ് ഓൾവേസ് നെഗറ്റീവ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നെഗറ്റീവ്, റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ്, ഇറ്റ്സ് കംപ്ലീറ്റ് അബ്സേർഡ്. സോ എയുടെ വാല്യൂ നെഗറ്റീവ് ആകാൻ പറ്റില്ല എന്ന കാര്യം അവിടെ നിന്ന് മനസ്സിലായി. ശരി, ഇനി എയുടെ വാല്യൂക്ക് സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ എയുടെ വാല്യൂ ഡെഫിനറ്റ്ലി 0-നേക്കാളും വലുതായിരിക്കണം. എയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ 0-നേക്കാളും വലുതായിരിക്കണം, 1/2-നേക്കാളും ചെറുതാണ്. 1/2 ഇവിടെ നിന്ന് കിട്ടി, 0 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണ്ടീഷന് കിട്ടി. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ ഇങ്ങനെയാണെങ്കിൽ 0 മുതൽ 1/2 ആണ്. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ എന്ന് 0 തന്നെയല്ലേ, ഓഫ് കോഴ്സ്. സോ 1 - 4a. സോ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 1/4 തൊട്ടു. ഈ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, എയുടെ വാല്യൂ 1/4 മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. സോ 72 ഇൻറ്റു എന്താണ് 1/4 ചെയ്യാം, 70. കാരണം ഇതിൻ്റെ സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഇങ്ങനെ 1/4 തന്നെ എത്ര പ്രാവശ്യം എന്തെല്ലാം ടേംസ് ഉണ്ട് അതിൻ്റെ സമ്മ്. സോ ആകെ ഒരു എയുടെ ഒരു വാല്യൂ കിട്ടിയിട്ടുള്ളൂ 1/4. സോ അത് ഇൻറ്റു 74 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര 18 ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ് എന്താ യു എന്ന് പറഞ്ഞാൽ യൂണിയൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടി എന്ന് പറയുന്ന സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് വെച്ചാൽ x1 x1 പ്ലസ് അല്ല യൂണിയൻ സെറ്റുകളാണല്ലോ, x2 യൂണിയൻ x3 അങ്ങനെ പോകും. എത്ര വരെ, യൂണിയൻ x50 വരെ. അത് തന്നെയാണ് ടിയുടെ വാല്യൂ, ഇതും കൂടി ഇക്വേറ്റ് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ y1 യൂണിയൻ y2 യൂണിയൻ y3 അങ്ങനെ പോകും, യൂണിയൻ yn. അത് അറിഞ്ഞുകൂടാ, അത്രയും. ഇതാണ് ഗിവൺ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ എക്സൈസ് എലമെൻറ്റ് എക്സൈലും ഓരോ എക്സൈ എന്ന് പറയുന്ന സെറ്റിലും 10 എലമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ ഓരോ y എന്ന് പറയുന്ന സെറ്റിലും 5 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി പറയുന്നത് വെച്ചാൽ ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ടി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എക്സാക്ട്ലി 20 സെറ്റ്സ് ഓഫ് എക്സൈസ് ആൻഡ് ഓക്കെ, എന്താണ് എന്നെ അടുത്താനാണ് പറയുന്നത്. ഓ, ഇപ്പോൾ തൽക്കാലം ഞാനൊരു എന്തെടുക്കുക, ഒരു എക്സ് എടുക്കുക, ഒരു x1 എടുക്കുക. തൽക്കാലം ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ കേട്ടോ, എക്സാമ്പിൾ എന്ന രീതിയിൽ x1 എടുക്കാം. ഞാൻ പറയുകയാണ് ഒരു 1 2, ഇതാണ് നമ്മുടെ സെറ്റ്. x2 എന്ന് എടുക്കാം, ഒരു 2 3. ഓക്കെ, x3 എന്ന് എടുക്കുക, വെറുതെ റാൻഡം ആട്ടോ, ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ഒരു ബന്ധമില്ല. 3 4. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കേസിൽ ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിയൻ, ദാറ്റ് ഈസ് 1 2 3 4 എന്ന് പറയാം, അല്ല യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4. ഓക്കെ, ഇനി ടിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടി ഈസ് ഈക്വൽ ടു എത്രയാണ്, സ്വാഭാവികമായിട്ടും അത് 4 ആണ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഓരോ എലമെൻറ്റും ടിയിലുള്ള ഓരോ എലമെൻറ്റും എത്ര എലമെൻറ്റ്സ് എക്സ് ഐ അല്ല എത്ര സെറ്റിലുണ്ട്, ഓരോ എലമെൻറ്റ്സും എത്ര സെറ്റിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയാൻ വേണ്ടി. ഓക്കെ, 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് എത്ര സെറ്റിലുണ്ട്, ഒറ്റ സെറ്റിലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇയാൾ ഒറ്റ സെറ്റിലേ ഉള്ളൂ. ശരി, അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം, സെറ്റ് മാറ്റാം, കാരണം ഞാൻ ഉദ്ദേശിച്ച എക്സാമ്പിൾ ഇതിനകത്ത് നടക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഞാൻ 3 1 എന്ന രീതിയിലാക്കാം. 3 1 എന്നുള്ള സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം യൂണിയൻ ചെയ്താൽ ഈസ് 1 2 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഓരോ എലമെൻറ്റ്സിലും
ഓരോ ടിയുടെ എലമെൻറ്റ്സിലും എത്ര സെറ്റുകളിലുണ്ട്. അപ്പോൾ 1 എന്ന് പറയുന്ന എലമെൻറ്റ് ഏതൊക്കെ സെറ്റിലുണ്ട്? ഒരു സെറ്റിലുണ്ട്, രണ്ട് സെറ്റിലുണ്ട്, സോ രണ്ട് സെറ്റിലുണ്ട്. ഓക്കെ, 2 എന്ന് പറയുന്ന എലമെൻറ്റ് എത്ര സെറ്റിലുണ്ട്? 2 എന്ന് പറയുന്ന 1 2, അപ്പോൾ രണ്ട് സെറ്റിൽ 2 ഉണ്ട്. 3 എന്ന് പറയുന്നത് രണ്ട് സെറ്റിലുണ്ട്, സോ 3യും രണ്ട് സെറ്റിലുണ്ട്, 3യും രണ്ട് സെറ്റിലുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഡെഫിനറ്റ്ലി നമുക്കറിയാം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടി ഈസ് ഈക്വൽ ടു 3 ആണ്. ആ 3 എങ്ങനെ വരുന്നത്? ആ 3 ആക്ച്വലി വരുന്നത് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. എത്ര എലമെൻറ്റ്സിന് ടോട്ടൽ? 1 2 3 2 റെപ്പിറ്റേഷൻ കൂട്ടാം 6. ആ 6 ബൈ ഓരോന്നിലും ഉണ്ടാകുന്ന ഈ 2 എന്ന് പറയുന്ന നമ്പർ, അതാണ് അങ്ങനെയാണ് 3 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ കേസിലാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടിയിലുള്ള ഓരോ എലമെൻറ്റ്സും എന്താണ്, എക്സ് ഐയിൽ 10 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 10 എലമെൻറ്റ്സിൽ 50 സെറ്റ് ഉണ്ട്. സോ ടോട്ടൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 × 50 50 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ 50 ടോട്ടൽ 50 ഡിവൈഡഡ് ബൈ ഓരോ ടി എലമെൻറ്റ്സിലും എന്താണ് ഈച്ച് എലമെൻറ്റ് ഓഫ് ടി കണ്ടെയ്ൻസ് എലമെൻറ്റ് ഓഫ് എക്സാക്ട്ലി 20 ഓഫ് സെറ്റ് ഐ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ എലമെൻറ്റ്സും എത്ര സെറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ആ ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ 20 ചെയ്യും. അതാണ് ആക്ച്വലി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ നമുക്ക് ഈ ഒരു എന്താണ് മറ്റേ യുടെ ടേംസിലായിട്ട് എഴുതാൻ പറ്റും. യുടെ ടേംസിൽ എങ്ങനെ എഴുതാൻ? യുടെ ടേംസിൽ എന്ന് പറയുമ്പോൾ എത്ര ടോട്ടൽ എലമെൻറ്റ്സ് ഉണ്ട്? ടോട്ടൽ എലമെൻറ്റ്സ് യു എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ഓരോന്നിൽ എത്ര ഉണ്ട്? n സെറ്റ് ഉണ്ട്, ഓരോന്നിൽ എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട് തോന്നുന്നു അല്ലേ? 5 എണ്ണം ഉണ്ട്. സോ n ഇൻറ്റു 5n ഡിവൈഡഡ് ബൈ പറഞ്ഞാൽ ഓരോ ടി എലമെൻറ്റ്സും എത്രയിൽ വരുന്നുണ്ട്? എത്ര സെറ്റിൽ വരുന്നുണ്ട്? വൈയുടെ 6 സെറ്റിൽ വരുന്നുണ്ട്. സോ 6. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് 10, സോ 60/20. ഇത് 50 ഇൻറ്റു 10 ആയിരുന്നു, അപ്പോൾ 500 ഇത്. ഓക്കെ, അപ്പം ഇത് എത്രയിലാണ് പോകാൻ? 100 പോവും. 100, അപ്പോൾ 600/20, ദാറ്റ് ഈസ് 30 ആണ് നമ്മുടെ എന്നിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സിൻ്റെ ഇതാണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് കോസിൻ്റെ ഉള്ളിലായതുകൊണ്ട് -1ൻ്റെയും -1ൻ്റെയും ഇടയിലാവണം. സോ ഡെഫിനറ്റ്ലി -1 വലുതാണ് എക്സ്. അപ്പോൾ എക്സ് എവിടെ നിന്ന് എവിടം വരെ ആവണം? എക്സ് നമുക്ക് പറയാൻ പറ്റും, ഒന്ന് -1 ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പിന്നെ 2 ഇൻക്ലൂഡ് ചെയ്യണ്ട, കാരണം 2ൻ്റെ ലെഫ്റ്റോട്ടേക്കും ജസ്റ്റ് ലെഫ്റ്റോട്ട് വയ്ക്കാൻ 1.99 ആയി കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താ വരാം? 1 വരാം. ഓക്കെ, സോ 1 ഇൻക്ലൂഡ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ്ലി കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് e⁻x. റേഞ്ച് കണ്ടെത്താൻ പറ്റില്ല. സോ റേഞ്ച് എങ്ങനെ കണ്ടെത്താം? ഓക്കെ, ഇത് പറഞ്ഞാൽ ഇതാ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -1 മുതൽ 1 വരെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിലെടുത്ത് കൊടുക്കുന്ന വാല്യൂസ് എന്തൊക്കെ വരാൻ? -1 മുതൽ 1 വരെ വരും. അപ്പോൾ ഒന്ന് -1ന് സാധ്യതയുണ്ട്, പിന്നെ 0ക്ക് സാധ്യതയുണ്ട്, പിന്നെ 1ന് സാധ്യതയുണ്ട്. ഈ 3 വാല്യൂസ് ഈ കോസ് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 വാല്യൂസ് ആയിരിക്കും. ഒന്ന് കോസ് ഇൻവേഴ്സ് -1, എത്രയാണ്? കോസ് ഇൻവേഴ്സ് -1 ഒന്ന് പൈ, പിന്നെ കോസ് ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് π/2, കോസ് ഇൻവേഴ്സ് 1 ദാറ്റ് ഈസ് 0. ഈ 3 വാല്യൂസ് വരാം റേഞ്ച്. ഇനി അടുത്ത ദിവസം രണ്ടാമത്തെ ബി, ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് e⁻x. അപ്പോൾ സൈൻ ഇൻവേഴ്സ് e⁻x, അപ്പം ഒന്നാമത്തെ കാര്യം e⁻x അത് 1ൻ്റെയും -1ൻ്റെയും ഇടയിലാണ്. ഇത് ഓൾവേസ് ട്രൂ ആണ്, കാരണം e⁻x ഓൾവേസ് പോസിറ്റീവ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ e⁻x അത് 1നെക്കാളും ചെറുതാവണം. 1നെക്കാളും ചെറുതാവണമെങ്കിൽ ഒരു ln എടുക്കാം. പോസിറ്റീവ് നമ്പേഴ്സാണ് ലോഗ് എടുക്കാം, ln e എടുക്കുക. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു ln 1 എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് x < 0 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും x -∞ മുതൽ 0 വരെയാണ് വേണ്ടതെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളോട് ഇനി റേഞ്ച് കൂടെ എടുത്താൽ മതി, സൈൻ e⁻x. അപ്പം നമ്മൾ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം e⁻x. കാരണം e⁻x -∞ മുതൽ 0. കാരണം എന്തുകൊണ്ട് ഞാൻ ഗ്രാഫ് വരക്കാൻ കാരണം e⁻x-ൻ്റെ, കാരണം ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഇൻപുട്ട്സ് എന്തെല്ലാമെന്ന് അറിഞ്ഞിട്ടേ നമുക്ക് ടോട്ടൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ e⁻x-ൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഓക്കെ 0നെക്കാളും ചെറുതല്ലേ, 0നെക്കാൾ ചെറുതുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുണ്ടാവാൻ. സോറി, ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം എന്താണ് -∞ to 0 വരെയുള്ള ഏരിയ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. -∞ to 0 വരെ ഏരിയ. ഓക്കെ, സോ അതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇതിന്ന് പോയിന്റ് 1 ആണ്. സോ -∞ to 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പം ഉള്ളിലുള്ള എന്താണ് സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ള ഇൻപുട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 1 വരെയാണ്. 0 ഇൻക്ലൂഡ് ആവുന്നുണ്ടോ? ഇല്ല, 0 വരുന്നില്ല, കാരണം 0 എന്ന് പറഞ്ഞാൽ എവിടെയും ടച്ച് ചെയ്യുന്നില്ല. 1 മുതൽ അതിൻ്റെ ഉള്ളിലുള്ള ഇൻപുട്ട്സ്, സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിലെ ഇൻപുട്ട്സ്, സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ ഇൻപുട്ട്സ് ഇതാണെങ്കിൽ സൈൻ 0 മുതൽ സൈൻ ഇൻവേഴ്സ് 0 മുതൽ സൈൻ ഇൻവേഴ്സ് 0 ഇത് സൈൻ ഇൻവേഴ്സ് ചെയ്യും. സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 0 തന്നെ. 0 മുതൽ സൈൻ ഇൻവേഴ്സ് 1 ദാറ്റ് ഈസ് π/2. അപ്പോൾ ഇതാണ് ഉത്തരം. അടുത്ത് നമുക്ക് ഡി നോക്കാം. കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഇത് സിഗ്നം. അപ്പോൾ
സിഗ്നം ഫംഗ്ഷൻ ആണ്. ഓക്കെ, കോട്ട് ഇൻവേഴ്സ് എക്സിന് എന്താണ് എന്താണ് ഡൊമൈൻ എന്തോ റേഞ്ച് റിയൽ നമ്പേഴ്സ് ആവാം. സോ സിഗ്നം എക്സിന് എന്തോ ആയിക്കോട്ടെ, സോ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും, അതാണ് ഡൊമൈൻ. ഓക്കെ ശരി. ഇനി കോട്ട് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ റേഞ്ചസ് എന്തൊക്കെയാണ് വാല്യൂസ്. സോ സിഗ്നം എക്സ് ആയതുകൊണ്ട് ആ കോട്ട് ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ള ഇൻപുട്ടായിട്ട് വരുന്ന 3 വാല്യൂസ് -1 1 0. സോ -1 കൊടുത്തു. കോട്ട് ഇൻവേഴ്സ് -1 എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ പൈ മൈനസ് π/4 ആണ്. ദാറ്റ് ഈസ് 3π/4. സോ 3π/4 എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് വാല്യൂ ആവാം. പിന്നെ ഉള്ളിൽ 1 കൊടുക്കുക. 1 കൊടുത്ത π/4. ഓക്കെ, പിന്നെ 0 ആണെങ്കിൽ കോട്ട് ഇൻവേഴ്സ് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് കോസിൻ്റെ വാല്യൂ 0 ആവുന്നൊരു കേസ്, ദാറ്റ് ഈസ് π/2. അപ്പോൾ ഈ 3 റേഞ്ചസിനെ സാധ്യതയുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഇങ്ങനെ ഉണ്ട്. ഇത്രയും വലിയൊരു ഇക്വേഷൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഡെഫിനേഷൻ കേസാണ്, ഡിഫൈൻ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ നമുക്ക് പറയാനായിട്ടും എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 അത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? പിന്നെ ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ എന്തോ ആവും വാല്യൂസ്. ഓക്കെ, പക്ഷേ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 0 ആവണം. കാരണം എന്തുകൊണ്ടാണ്? റൂട്ടിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അതൊരു ഡെഫിനിഷൻ കേസ്. രണ്ടാമത്തെ വെച്ചാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അത് റൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് 1ൻ്റെയും ഒന്നാമത്തെ കാര്യം ഇയാൾ എന്തായിരിക്കണം? റൂട്ടിനുള്ളിലായതുകൊണ്ട് ഇയാൾ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കംപ്ലീറ്റ് സാധനം എന്തിൻ്റെ ഉള്ളിലുള്ളത്? എന്താണ്? -1 മുതൽ 0 വരെയാണുള്ളത്. സോറി, -1 മുതൽ 1 വരെയാണ് ഇത് വേണ്ടത്, കാരണം സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ. സോ അങ്ങനെയാകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അതിൻ്റെ റൂട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ൻ്റെയും -1ൻ്റെയും ഇടയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഒന്ന് സ്ക്വയർ ചെയ്തു. ഞാൻ സ്ക്വയർ ചെയ്തപ്പോൾ ഇങ്ങനെ സ്ക്വയർ ചെയ്യുന്ന സാധനം ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് 1 0യുടെ ഇടയിൽ എന്ന് പറയാൻ. ഓക്കെ, സോ അതാണ് എക്സ് സ്ക്വയർ 1ൻ്റെയും ഇൻക്ലൂഡ് ചെയ്യാം, 0ൻ്റെയും ഇടയിലായിരിക്കണം. ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ആണ് അല്ലേ? ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്. ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ആണ്. പിന്നെ എ പോസിറ്റീവ് ആണ്. അങ്ങനെ എ പോസിറ്റീവ് ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇത് എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഇതില്ല. ഏത് എക്സ് ബിലോങ്സ് ടു ആർ, ഇത് ഓൾവേസ് ട്രൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എക്സ് പ്ലസ് 1 അത് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നുള്ളൊരു കേസ് മാത്രമേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എക്സ് സ്ക്വയർ ഞാൻ ഒന്ന് കോമൺ എടുക്കുക. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ആ ഒരു കണ്ടീഷനും ഈ കണ്ടീഷനും രണ്ടും എന്തായിരിക്കണം? രണ്ടും നടക്കണം. കാരണം രണ്ടും ഒരുമിച്ച് എന്തായിരിക്കണം? ഡിഫൈൻഡ് ആയിരിക്കണം. അങ്ങനെ രണ്ടും ഒരുമിച്ച് നടക്കണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർ ഒരുത്തം പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്, ഒരുത്തം പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഇൻ്റർസെക്ട് ചെയ്യുന്ന ആകെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 അതിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആവുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 0 ഒരു സാധ്യത, എക്സ് ഇസ് ഈക്വൽ ടു -1 ഒരു സാധ്യത. ആ ആകെ രണ്ട് ഈ സാധ്യതകൾ മാത്രമേ എക്സിന് വരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും ഒരു എക്സ് ഈ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ ഞാൻ എക്സിന് 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുത്തതിന് ടാൻ ഇൻവേഴ്സ് ഓഫ് 0 വരും. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 0 തന്നെയാണ്. പ്ലസ് വേറെ എന്താണ്? സൈൻ ഇൻവേഴ്സ് 0 ഇട്ട് കൊടുത്തതിന് 1 വരും. സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ എത്ര? π/2 ആണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു π/4 ആവുന്നുണ്ടോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി. ഇത് 0 പ്ലസ് π/2 ഒരിക്കലും നോട്ട് ഈക്വൽ ടു π/4. സോ അത് ആവുന്നില്ല. ഇനി എക്സിന് -1 സാധ്യത നോക്കാം. എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ -1 കൊടുത്തു. -1 0. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0 വീണ്ടും 0 ആയി. പ്ലസ് ഇവിടെ ഞാൻ -1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരാൻ? -1 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 പ്ലസ് -1 പ്ലസ് 1 ഇത് പോയി 1 സൈൻ ഇൻവേഴ്സ് 1 വരും. സൈൻ ഇൻവേഴ്സ് 1 വീണ്ടും π/2 ആണ്. ഓക്കെ, π/2 നോട്ട് ഈക്വൽ ടു π/4. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ആകെ സാധ്യത പറ്റുന്ന രണ്ട് വാല്യൂസ് ഡിഫൈൻഡ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ആണ് 0 -1. അത് രണ്ടും പറ്റുന്നില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആകുമ്പോൾ ഡെഫിനറ്റ്ലി രണ്ടും ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഇല്ല എന്ന കാര്യം ഉറപ്പിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, എന്താണ്? log 2 tan ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എക്സ് അത് എക്സ് ഓൾവേസ് ബിലോങ്സ് ടു ആർ ആണ്. കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ വാല്യൂ അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ആര്? നമ്മുടെ മച്ചു ടാൻ ഇൻവേഴ്സ് എക്സ് അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അത് ഒന്നാമത്തെ കണ്ടീഷൻ. കാരണം ലോഗിനുള്ളിലെ വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടാൻ ഇൻവേഴ്സ് നമുക്ക് എന്താ പറയുക? എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടാൻ 0. ടാൻ 0 വാല്യൂ 0. സോ എക്സിൻ്റെ വാല്യൂ 0നേക്കാളും വലുതായിരിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്? നമുക്ക് ഇനി ഇനിക്വാളിറ്റിയിൽ കളിക്കാം. ഇനിക്വാളിറ്റി കളിക്കുമ്പോൾ എന്താ പറയുക? ഈ 2 ഇത് പോസിറ്റീവ് നമ്പർ അല്ലേ? പോസിറ്റീവ് നമ്പർ 2/1. സോ നമുക്ക് പറയാനായിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2/1 ദാറ്റ് ഇസ് 2. ഓക്കെ, സോ നമുക്ക് പറയാനായിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ടാൻ ഇൻവേഴ്സ് അല്ല ടാൻ 2. പക്ഷേ ഇവിടെ നമ്മൾ പറ്റിപ്പോയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എന്താണ്? ഈ ഒരു ഏതെങ്കിലും എക്സിൻ്റെ വാല്യൂ ടാൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് വരും? ടാൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ -π/2 മുതൽ π/2 വരെയാണ്. അപ്പോൾ അതൊരിക്കലും 2നേക്കാളും വലുതാവുന്നില്ല. ഏത് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. സോ നമുക്ക് പറയാൻ പറ്റും എക്സ് ബിലോങ്സ് ടു 5 ആണ്. അങ്ങനെ ഒരു എക്സേ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. നോ സൊല്യൂഷൻ. ഓക്കെ, അടുത്ത കോട്ട് ഇൻവേഴ്സ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോട്ട് ഇൻവേഴ്സ് ആവുന്നത് പാരാൻ ടി എന്ന് വിളിക്കുക. സോ t² -5t + 6 ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്.
അപ്പം t-3 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ നമുക്ക് പറയാൻ ടു t ബിലോങ്സ് ടു ഇങ്ങനെ ഇതാ 2 3 പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ പ്ലസ് പാർട്ട് മാത്രം മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ യൂണിയൻ 3 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ? ഇനി നിങ്ങൾക്ക് വഴിയുണ്ടോ? ഓക്കെ, നമുക്ക് മനസ്സിലായി എന്താ മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ കോട്ട് ഇൻവേഴ്സിൻ്റെ വാല്യൂ. അപ്പോൾ കോട്ട് ഇൻവേഴ്സിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ 3 മുതൽ ഇൻഫിനിറ്റി ആണ്. മൈനസ് ഇൻഫിനിറ്റി ഒന്നും വരില്ല, കാരണം നെഗറ്റീവ് വരില്ല കോട്ട് ഇൻവേഴ്സിൽ. അപ്പോൾ നമുക്ക് പറയാൻ 0 ഇൻക്ലൂഡഡ് 2 വരെ യൂണിയൻ 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ എന്ത് കോട്ട് ഇൻവേഴ്സിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ കോട്ട് ഇൻവേഴ്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ 2 എന്ന് പറയാൻ പറ്റും. കാരണം ഓക്കെ, സോ എക്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ കോട്ട് 2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് 3 കോട്ട് ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയാൻ പറ്റും. സോ എക്സ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓക്കെ സോറി ഇവിടെ പറ്റിയെന്ന് വെച്ചാൽ ഇനിക്വാളിറ്റി ചേഞ്ച് ആണ്. ബിക്കോസ് കോട്ട് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ, കോട്ട് ഇൻവേഴ്സ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനെന്താവും നമ്മുടെ സൈൻ ഓഫ് ഇനിക്വാളിറ്റി ചേഞ്ച് ആവും. സോ കോട്ട് ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3. സോ എക്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ കോട്ട് 3 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടുമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി എന്താ റേഞ്ച് ഓഫ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ സാധനമാണ് ഉള്ളിലുള്ളത്. ഓക്കെ, സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ. അപ്പം ഇയാൾ ഡിഫൈൻഡ് ആണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇയാൾ എപ്പോഴും ഡിഫൈൻഡ്. കാരണം ഇയാളുടെ വാല്യൂ 0 മുതൽ 1 വരെ 0 മുതൽ 1 വരെ എന്നുള്ള വാല്യൂസേ വരുന്നുള്ളൂ, അതിൻ്റെ അപ്പുറം വാല്യൂസ് പോകുന്നില്ല. അപ്പം ഡെഫിനറ്റ്ലി എന്താണ് -1 മുതൽ 1 വരെ വരുന്നുണ്ട്, അതുകൊണ്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡിഫൈൻഡ് കാര്യം പ്രശ്നമില്ല. നമുക്ക് ഇയാളുടെ റേഞ്ച് എടുത്ത് അപ്പോൾ ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് 1 മുകളിലും താഴെയും ഒരു സിമിലർ ആക്കാൻ നോക്കാം. ഇവിടെ 1 ഇല്ലാത്തതുകൊണ്ട് ഒരു -1 കൊടുക്കാം. സോ നമുക്കൊന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? മൈനസ് അല്ല 1 മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ കാര്യം അറിയാം, അത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് അതിൻ്റെ വാല്യൂസ് അല്ലേ. കാരണം ഒബ്വിയസ് ആണ്. കാരണം ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ഏത് എക്സിനും എക്സ് ബിലോങ്സ് ടു ആർ ഇറ്റ്സ് ഡിഫൈൻഡ് എന്നാണ്. ഇറ്റ്സ് ഡിഫൈൻഡ്. അങ്ങനെ എക്സ് ബിലോങ്സ് ടു ആർ ആണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഡൊമൈനിലുള്ളത്. അങ്ങനെ ആകുമ്പോൾ എക്സ് സ്ക്വയർ എന്നാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഒരു ആഡ് ചെയ്യാം 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 ആഡ് ചെയ്യുന്ന സമയത്ത് 1 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് കിട്ടും. റെസിപ്രോക്കൽ ചെയ്യാം. റെസിപ്രോക്കൽ ചെയ്യുന്ന സമയത്ത് എന്താ വരാൻ? റെസിപ്രോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ 0 മുതൽ 1 വരെ 1 ഇൻക്ലൂഡഡ് 0 നോട്ട് ഇൻക്ലൂഡഡ് എന്നൊരു 1 മൈനസ് ചെയ്യുക. 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇൻക്ലൂഡ് ആവും. 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 ആവും. അപ്പം 0 1 മുതലാണ് ഉത്തരം. അല്ല, ഉത്തരം ആയിട്ടില്ല. കാരണം നമ്മളതിന് സൈൻ ഇൻവേഴ്സ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0 എത്രയാണ്? സൈൻ ഇൻവേഴ്സ് 0. കാരണം ഇനി നമ്മൾ ഈ ഉള്ളിലുള്ള സാധനത്തിൻ്റെ റേഞ്ച് ആണ്. ഇതിന് സൈൻ ഇൻവേഴ്സ് ചെയ്യണം. സൈൻ ഇൻവേഴ്സിൻ്റെ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 തന്നെയാണ്. സൈൻ ഇൻവേഴ്സ് 1 ദാറ്റ് ഈസ് π/2 ആണ്. സോ 0 ഇൻക്ലൂഡ് ചെയ്യുക, π/2 നോട്ട് ഇൻക്ലൂഡഡ്. എന്നിട്ട് ഇനി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ 0 വരും. 4 കൊണ്ട് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് 2π വരും. ആൻഡ് ഇതാണ് ഉത്തരം, 0 മുതൽ 2π വരെ. ഓക്കെ, കറക്റ്റ് ബി. അടുത്ത ജസ്റ്റ് ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് ഈ ഒരു സംഭവം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ എന്താണ് ഉള്ളിലുള്ള സാധനം നമ്മുടെ എന്താണ് 2 സൈൻ ഇൻവേഴ്സ് ആ വലിയ ടേം, ആ ഉള്ളിലെ ടേം -1ൻ്റെയും 1ൻ്റെ ഇടയിലാവണം. -1ൻ്റെയും 1ൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് ചെയ്യാണ്. എന്തായിരിക്കണം? ഇവിടെ π/2ഉം ഇവിടെ -π/2. ഓക്കെ, ഞാൻ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഓക്കെ, പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 1 ഡിവൈഡ് ബൈ 4 എക്സ് സ്ക്വയർ -1 അത് 1ൻ്റെയും -1ൻ്റെ ഇടയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടും സംഭവിക്കണം. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? സൈൻ ഇൻവേഴ്സിൻ്റെ കാര്യം നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഇറ്റ്സ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഞാൻ സൈൻ ഇൻവേഴ്സ് അപ്പുറം ഇപ്പുറം കൊടുക്കാൻ പോകണം. അപ്പം 1 ഡിവൈഡ് ബൈ 4 എക്സ് സ്ക്വയർ -1 അതെന്തായിരിക്കണം? സൈൻ π/2 ദാറ്റ് ഈസ് 1, സൈൻ -π/2 ദാറ്റ് ഈസ് -1. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ തന്നെയാണ് ഇപ്പം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ഇനി ഫോക്കസ് ചെയ്യാം. ആ കണ്ടീഷൻ ഫോക്കസ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ ദാറ്റ് ഈസ് 4x square -1 ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 1. സോ 1/4x square -1 -1 ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 0. 1 മൈനസ് 4x square plus 1 whole divided by 4x square minus 1 that is less than or equal to 0. So 2 minus 4x square divided by 4x square minus 1 less than or equal to 0. 2 കോമൺ എടുത്ത് ഒഴിവാക്കാം. So 1 minus 2x square by 4x square minus 1 less than equal to 0. ഒന്ന് റിവേഴ്സ് 2x square minus 1 that divided by 4x square minus 1 ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആവും കേട്ടോ, കാരണം ഒരു എക്സ്ട്രാ നെഗറ്റീവ് കൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, എന്ത് ചെയ്യാം? √2 x plus 1
റൂട്ട് 2x മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് 2x മൈനസ് 1 2x പ്ലസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക, വാല്യൂസ് കൊടുക്കാം. ഒന്ന് -1/2 ഉണ്ട്, പിന്നെ ഒരു 1/2 ഉണ്ട്, -1/√2 ഉണ്ട്, പ്ലസ് 1/√2 ഉണ്ട്. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് -∞ മുതൽ -1/2 വരെ യൂണിയൻ -1/√2 മുതൽ 1/2 വരെ യൂണിയൻ നമുക്ക് 1/√2 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, സോ 1/√2 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇത് ഒന്നാമത്തെ കേസ് 1. കാരണം ഈ ഒരു ഇനിക്വാളിറ്റിയുടെ രണ്ട് ഭാഗങ്ങൾ ചെയ്തത് ഇങ്ങനെ -1 മുതൽ 1 വരെ. ഇനി നമുക്ക് പറയണം -1 വലുതാണെന്ന് പറയാൻ പറ്റും. സോ -1 1/4x² - 1 ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് 1/4x² - 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. 1/4x 1 പ്ലസ് 4x² മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ 4x² മൈനസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇത് പോയി. സോ 4x² ഡിവൈഡ് ബൈ 4x² മൈനസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഓക്കെ, സോ 4x² ഇവിടുന്ന് ഒഴിവാക്കാം, കാരണം പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഒഴിവാക്കാം, ഇനിക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ x = 0 ഓൾസോ പോസിബിൾ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ 1 ഡിവൈഡ് ബൈ 4 x² മൈനസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ശരി, ഇനി 1 ഡിവൈഡ് ബൈ 2x മൈനസ് 1 2x പ്ലസ് 1 ഇതിങ്ങനെ എങ്ങനെ എഴുതിയ കാര്യം മനസ്സിലായില്ലേ? ബിക്കോസ് ഞാൻ ഇങ്ങനെ 2x² മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് a² മൈനസ് b² = a പ്ലസ് b * a മൈനസ് b ആ രീതിയിൽ എഴുതിയതാണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ എന്താണ്, ഒന്ന് -1/2 ഒന്ന് 1/2 പ്ലസ് മൈനസ് പ്ലസ് ആണ് വരുന്നത്. സോ പ്ലസ് വരുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും -∞ മുതൽ -1/2 വരെ യൂണിയൻ 1/2 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്ലൂഡഡ് ആണ്. യൂണിയൻ ഒരു സെറ്റ് 0 കൂടി വേണം. ഇനി ഇതും അതും എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യണം. രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യണം. കാരണം എന്താണ്, കാരണം ഒരു ഇനിക്വാളിറ്റിനെ രണ്ട് ഭാഗങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ആവണം അതും ആവണം, രണ്ടും ആവണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സോ ഇൻ്റർസെക്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സാധനങ്ങളൊക്കെ പ്ലോട്ട് ചെയ്യുക. 1 - 1/2 1/2 1/√2 -1/√2 0 ഉണ്ട് കേട്ടോ, 0. ഓക്കെ, അപ്പോൾ ഇയാളുടെ ആദ്യം നമുക്ക് പ്ലോട്ട് ചെയ്യാം. -∞ മുതൽ -√2 വരെ, പിന്നെ ഉള്ളത് 1/2 മുതൽ ഇൻഫിനിറ്റി വരെ. സോ 1/2 മുതൽ ഇൻഫിനിറ്റി വരെ ഇത് പോയി. ഇനി മറ്റേ നേരത്തെ എന്തായിരുന്നു, -∞ മുതൽ -1/2 വരെ. സോ ഓക്കെ, പിന്നെ യൂണിയൻ -1/√2 മുതൽ 1/2 വരെ, -1/√2 മുതൽ 1/2 വരെ. ഓ, ഇത് കുറച്ച് വീടാണല്ലോ. പിന്നെ 1/√2 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറയുന്നത്, 1/√2 മുതൽ ഇൻഫിനിറ്റി വരെ. ഇവരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഒന്നുണ്ട്, 0 എന്ന് പറഞ്ഞ സാധനം കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നീട് കോമൺ ആയിട്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ 1/2 ഇങ്ങോട്ട് വേണം കേട്ടോ. ഇവിടെ -1/√2 ഇവിടെ 1/2 എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്ത ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ ഇവിടെയും നമ്മൾ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ്, ഇവിടെ -1/√2 ഇവിടെ 1/2 ആണ്. കാരണം നമ്പർ ലൈൻ പ്രകാരം ഇങ്ങനെയാണ് വേണ്ടത്, -1/2. സോ നമ്മൾ പോസിറ്റീവ് എടുക്കുന്ന സമയത്ത് ഇവിടെ -1/√2 ആയിരുന്നു വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഓക്കെ, സോ അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇയാളുടേത് -∞ മുതൽ -1/2 വരെ, മൈനസാണ് 1/2 വരെ, 1/2 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട് കറക്റ്റ്. ഇനി മറ്റേ എന്തായിരുന്നു, -∞ മുതൽ -1/√2 വരെയാണ്. സോ അത് ഇങ്ങനെ ഉണ്ടാവും. ഗുഡ്. പിന്നെയുള്ള ബാക്കിയെല്ലാം കറക്റ്റാണ്. ശരി, ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഇടുന്ന വെച്ചാൽ എന്താണ്, രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യാം. പിന്നെന്താ ഇൻ്റർസെക്റ്റ് ചെയ്യാം. സോ -∞ മുതൽ -1/√2. ഓക്കെ, യൂണിയൻ 1/√2 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ആൻഡ് ഓൾസോ രണ്ടുപേർക്കുള്ളൊരു കോമൺ ആയിട്ടുള്ള സാധനമാണ്, ദാറ്റ് ഈസ് 0. ഇതാണ് നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ. ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ITF ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ്. ഉള്ളിൽ പുറത്ത് ഫംഗ്ഷന്, ഉള്ളിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്, തിരിച്ച് പുറത്തോട്ട് x വരും. നമുക്കറിയാം F ഇൻവേഴ്സ് x എന്ന് പറയുന്നതിൻ്റെ വാല്യൂ x എന്ന് തന്നെ നമ്മൾ പറയലുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലും അതേ പ്രോപ്പർട്ടി വർക്ക് ആവുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെ നമ്മൾ വിളിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് എന്നല്ല,
പുറത്ത് സൈൻ വേണം. സൈൻ ഇൻവേഴ്സ് എക്സ്. കാരണം സൈൻ്റെ ഡൊമൈനിൽ എന്തോ ആവും റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ അത് മാത്രമല്ല എക്സ് എവിടെ നിന്നുള്ള ഇടമ്പരം ആയിരിക്കണം, എക്സ് 1 മുതൽ -1 വരെ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഓക്കെ ഇതിൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സൈൻ വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആംഗിളാണ്, സൈൻ തീറ്റയാണ് ആംഗിൾ. സോ ഞാൻ ഈ പറഞ്ഞ സൈൻ വേഴ്സ് എക്സിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കും, സൈൻ പറയാൻ പറ്റും സൈൻ തീറ്റ = എക്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ സോ ഞാൻ ഇയാൾ തീറ്റ ആണല്ലോ, സോ നമുക്ക് പറയാൻ പറ്റും സൈൻ തീറ്റ = സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ വാല്യൂ എക്സ് ഒന്നും കിട്ടിയിട്ടുണ്ട്, അതാണ് പ്രൂഫ് ചെയ്തത്, വെറുതെ ചെയ്തതാണ്. ഓക്കെ അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഈ രീതിയിൽ വരാം, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് y = എക്സ് എന്നുള്ള ഗ്രാഫാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ പിന്നെ ടാൻ ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സിനാണെങ്കിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷേ സീക്ക് ഇൻവേഴ്സിനാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ എക്സ് എവിടെ നിന്ന് ഇടമ്പരാണോ അതിൻ്റെ ഡൊമൈൻ, അതിൻ്റെ ഡൊമൈൻ ചോദിച്ചാൽ എവിടെ നിന്ന് മുതലാണ്, ഒന്ന് -∞ മുതൽ -1 വരെ, യൂണിയൻ 1 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഈ പൊസിഷൻസിൽ -∞ മുതൽ -1 വരെ y = എക്സ് എന്നുള്ള ഗ്രാഫും അവിടെയും y = എക്സ് എന്നുള്ള ഗ്രാഫാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക.